കോഴിക്കോട് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണം. അന്തിയുറങ്ങാൻ പോലും കഴിയാത്ത പൊട്ടിപ്പൊളിഞ്ഞ ക്വാർട്ടേഴ്സുകളിൽ ജീവിതം തള്ളി നീക്കുകയാണിവർ. 13 കുടുംബങ്ങളിലായി 100ഓളം പേരാണ് നരകയാതന അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് വീടൊന്നും ഇല്ലാത്ത ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. പക്ഷേ ഞങ്ങൾ താമസിച്ച് 8 കൊല്ലമായി ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾ വാടകയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ ഫുള്ളും ചോർച്ച, ബാക്കിൽ എലീൻ്റെ ശല്യം, പിന്നെ ഓവുചാലിൽ വെള്ളം പോകുന്നില്ല. മരുന്ന് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഓപ്പറേഷന് ഞങ്ങൾ ജോലിക്കാർ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഓവിൽ ഫുള്ളും വെള്ളം കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പെരുമകളും പുരസ്കാരങ്ങളും ഏറെയുള്ള നഗരത്തെ മോടിയോടെ കാക്കുന്ന ശുചീകരണ തൊഴിലാളികളുടെ ജീവിതം ഇതാ ഒട്ടും പകിട്ടില്ലാതെയാണ്. നിലംപൊത്താറായ മേൽക്കൂരകൾ, പൊട്ടിപ്പൊളിഞ്ഞ വാതിലുകൾ, ദുർഗന്ധം വമിക്കുന്ന ചുറ്റുപാടുകൾ. കിണറുകൾ ഉണ്ടെങ്കിലും ഉപയോഗശൂന്യം. അഴുക്കുചാലിലെ വെള്ളം കലർന്ന് കുടിക്കാനും കുളിക്കാനും കഴിയാത്ത ദുരവസ്ഥ. വിഷപ്പാമ്പുകളെ അടക്കം പേടിച്ച് രാത്രിയും പകലും കഴിച്ചുകൂട്ടേണ്ട ഗതികേട്. വലിയങ്ങാടിക്ക് സമീപം കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ ക്വാർട്ടേഴ്സിലാണ് ഈ ദുരിത കാഴ്ചകൾ. എപ്പോഴെങ്കിലും കോർപ്പറേഷന് തോന്നുമ്പോൾ ഒന്ന് നന്നാക്കാൻ വരും. ആ നന്നാക്കി കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ ചോർച്ച തന്നെ ഇരിക്കും. മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പം അത് എലി, ചേര, പാമ്പ് അതൊക്കെയാണ് അടുക്കളയിലേക്കും അകത്തേക്കൊക്കെ വരുന്നത്. ഒരു ദിവസം ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഉത്തരത്തിന് മേൽക്കൂടിയാണ് വന്നത്. കക്കൂസ് പോകാനുള്ള പ്രയാസം എത്രയോ അപ്പുറത്തേക്കാണ്. രാത്രിയിലൊക്കെ ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ എത്തണം ഞങ്ങൾ. മാസം 4000 രൂപ വാടക നൽകിയാണ് താമസം. വെള്ളത്തിനും വൈദ്യുതിക്കും പണം വേറെ. പലതവണ പരാതി നൽകിയിട്ടും നടപടിയില്ല. മഴയും വെയിലുമേറ്റ് നഗരം വൃത്തിയോടെ കാക്കുന്ന ഇവർക്ക് പുതിയ താമസ സ്ഥലം തേടാൻ ആഗ്രഹമുണ്ടെങ്കിലും കിട്ടുന്ന ശമ്പളം ഒന്നിനും പോരാ. ദുരിതവും രോഗവും പേറി ഇനി എത്ര നാൾ? ചോദ്യങ്ങൾക്ക് മുന്നിൽ കൈമലർത്തുകയാണ് അധികാരികൾ. രാവന്തിയോളം പണിയെടുത്ത് കോഴിക്കോട് നഗരം മുഴുവൻ ശുചീകരിക്കുന്ന ശുചീകരണ തൊഴിലാളികളുടെ വാസസ്ഥലമാണിത്. ഒരു പകലന്തി പോലും മനസ്സമാധാനത്തോടെ ഇവർക്കിവിടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഈ ദുരവസ്ഥ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഭരണാധികാരികൾ. ക്യാമറമാൻ പ്രശോഭ് കുറ്റിലിനോടും ഹരിയോടുമൊപ്പം ദുസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.